ജമ്മു കശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാറിൽ കുടുങ്ങിയ നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ഗൊണ്ടോല കേബിൾ കാർ സർവീസിൽ തകരാർ സംഭവിച്ചാണ് അപകടമുണ്ടായത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, അതിസാഹസികമായാണ് ഈ ടൂറിസ്റ്റുകളെ ഇതിൽ നിന്നും കേബിൾ കാറിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. പ്രജിൻ, അമൃത, വളരെ വലിയൊരു രക്ഷാദൗത്യം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. ജമ്മു കശ്മീരിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ ഗുൽമാർഗും അവിടെയുള്ള ഗൊണ്ടോല കേബിൾ കാർ സർവീസും. അവിടെ ആ കേബിൾ കാർ സർവീസിലൊരു ടെക്നിക്കൽ ഗ്ലിച്ച്, ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഔദ്യോഗികമായി ജമ്മു കശ്മീർ ടൂറിസം വകുപ്പും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. മാത്രമല്ല, ആ ഒരു സാങ്കേതിക പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. കുടുങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളെ കൂടി ഇനിയും താഴെ ഇറക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അവിടെയുള്ളവർ വ്യക്തമാക്കുന്നത്. പ്രത്യക്ഷമായ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, മഴയടക്കമുണ്ട്, മാത്രമല്ല വലിയ തണുപ്പുമുണ്ട്. അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തെ അവിടുത്തെ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോഴും കൂടുതൽ CRPF അതുപോലെ തന്നെ കരസേന അംഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും SDRF അതുപോലെ തന്നെ NDRF സംയുക്തമായി ഒരുമിച്ച് നടത്തുന്ന ഒരു രക്ഷാദൗത്യമാണ് ഈ ഗൊണ്ടോല കേബിൾ കാർ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മാത്രമല്ല, നിരവധി കേബിൾ കാറുകളുണ്ട്. അതിൽ തന്നെ കയറാനായി ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ മണിക്കൂറുകളടക്കം അവിടെ വരി നിന്ന് ഈ കേബിൾ കാർ സർവീസിൽ കയറുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ചും ഇത് സീസണാണ്. ഡൽഹിയിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ചൂടുള്ളത് കൊണ്ട് കശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും ആളുകൾ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്ന് രാവിലെ മുതൽ ഈ പറയുന്ന ഗൊണ്ടോല കേബിൾ കാർ സർവീസിലും അതുപോലെ ഗുൽമാർഗിലും അനുഭവപ്പെട്ട് വന്നിരുന്നു. അതിനിടയിലാണ് അത്തരത്തിലൊരു ടെക്നിക്കൽ ഗ്ലിച്ച്, ഒരു സാങ്കേതിക തകരാർ ആ കേബിൾ കാർ സംവിധാനത്തിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെയുള്ള അധികാരികളെല്ലാം എത്തി അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വലിയ സാഹസ്യമായി തന്നെ പലരെയും റോപ്പ് കെട്ടി ഇറക്കിയും അതുപോലെ തന്നെ ലാഡർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയത്. ഇതിനോടകം തന്നെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ താഴേക്ക് സുരക്ഷിതമായി ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു മുകളിലേക്ക്, അതായത് കുന്നിൻ മുകളിലേക്കാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ ആ റോപ്പ് വേ ഒരു വലം ചുറ്റി തിരിച്ച് താഴേക്കും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് പോകുന്നത്. ആ രണ്ട് സെറ്റ് മുഴുവനായിട്ടും ഇത്തരത്തിൽ ഈ ഒരു സാങ്കേതിക പ്രശ്നം വന്നു. അങ്ങനെ പൂർണ്ണമായും നിലച്ചു പോയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴും ആ കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള മുഖ്യമന്ത്രി ഓഫീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തായാലും അവരെ ഇപ്പോഴും താഴേക്ക് എത്തിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഈ ടൂറിസ്റ്റുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.